കലയുടെ ലാവണ്യവും വാക്കിൻ്റെ ലാവണ്യവും രണ്ടല്ല എന്ന് നമ്മളെ നിരന്തരം അനുഭവിപ്പിക്കുന്ന എത്രയും സ്നേഹമുള്ള കലാധരേട്ടൻ, സദസ്സിലിരിക്കുന്ന MBS ആശാനെ പോലുള്ള ഗുരുനാഥന്മാർ, കൃഷ്ണമാറേട്ടനെ പോലുള്ള സുഹൃത്തുക്കൾ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വാസ്തവത്തിൽ ഈ വിഷയം രാമൻകുട്ടിയാശാനെ അനുസ്മരിക്കുന്ന ഈ അവസരത്തിൽ ഇതിന് എത്രമാത്രം പ്രസക്തിയുണ്ട് എന്നതിൽ എനിക്കൊരു സംശയം ഇല്ലാതില്ല. എങ്കിലും അപ്പുകുട്ടൻ മാഷ് പറഞ്ഞു വന്ന വിഷയം ഇതായതുകൊണ്ട് ഞാനൊരു വിഷയത്തിന് ഒരു പേര് നിർദ്ദേശിച്ചു എന്നത് മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ രാമൻകുട്ടിയാശാനിൽ നിന്ന് തെക്കൻ കഥകളി പാരമ്പര്യത്തിലേക്കുള്ള ഒരു യാത്ര എന്ന് പറയുമ്പോൾ വളരെ സങ്കീർണമായ ഒന്ന് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് ഞാനിവിടെ എത്തുന്ന സമയത്ത് കഥകളിക്ക് നാടൻ കലാരൂപങ്ങളുമായുള്ള ബന്ധം, അങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഉള്ള പ്രഭാഷണം കേട്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ അത്തരമൊരു പാരമ്പര്യത്തിൻ്റെ ഒരു പൈതൃക കൗതുകം എന്താണ് എന്ന് തിരയുന്നതിൽ മാത്രമാണ് ഈ വിഷയത്തിനൊരു പ്രസക്തിയുള്ളത്. അതുതന്നെ രാമനാട്ടത്തിൽ നിന്ന് എല്ലാം തികഞ്ഞ കഥകളിയായി ഇന്ന് നമ്മൾ കാണുന്ന കഥകളിയിലേക്കുള്ള ഈ മഹത്തായ കലയുടെ ഒരു ശൈലീവൽക്കരണ പ്രയാണം, അതിൽ പല കാലത്തായി പല പല കൂട്ടിച്ചേർക്കലുകൾ, പല പല ശൈലികൾ എന്ന് വ്യക്തിനിഷ്ഠങ്ങളായി പല കളരികളിലും ആശാന്മാരാൽ രൂപപ്പെടുത്തിയ പല ശൈലികളെയും നമ്മൾ പല പല ശൈലികൾ എന്ന് വിളിച്ചു വന്നു. ഇതിനെയൊക്കെ ഒന്ന് ക്രോഡീകരിച്ച് വന്ന അപഗ്രഥനങ്ങളിലെല്ലാം തന്നെ തെക്കൻ കഥകളി പാരമ്പര്യത്തെ സൂക്ഷ്മമായി വിലയിരുത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഒന്നാമത്, കൊട്ടാരക്കര തമ്പുരാൻ്റെ കാലത്ത് രൂപപ്പെട്ട രാമനാട്ട കാലത്ത് കലയേ ഇല്ലായിരുന്നു, അഭിനയമേ ഇല്ലായിരുന്നു എന്നുള്ള അടച്ച് ആക്ഷേപിക്കുന്ന ചില വാദങ്ങളുണ്ട്. മാർത്താണ്ഡവർമ്മ അമ്പലപ്പുഴയും തെക്കുംകൂറും ഒക്കെ കീഴടക്കുന്നതിന് മുമ്പ് മേൽപ്പത്തൂരും കുഞ്ചനമ്പ്യാരും ഒക്കെ അവരുടെ കലാസാധന പിന്തുടർന്ന ഒരു തെക്കൻ പാരമ്പര്യം ഉണ്ടായിരുന്നു. കുഞ്ചനമ്പ്യാരുടെ ഓട്ടംതുള്ളലിൽ പടയണിയുടെ സ്വാധീനം നമ്മൾ കണ്ടെത്തുന്നുണ്ട്. എന്നാൽ കൂടിയാട്ടത്തിൽ പടയണിയുടെ സ്വാധീനം കണ്ടെത്തുന്നുണ്ട്. എന്നാൽ രാമനാട്ടത്തിൽ നിന്ന് കഥകളിയായി പരിണമിച്ച കലയിൽ നമുക്ക് പടയണിയുടെ സ്വാധീനം കണ്ടെത്താനായി കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ അത്തരം ചില വിലയിരുത്തലുകൾ ഇപ്പോഴിറങ്ങുന്ന ഗ്രന്ഥങ്ങളിൽ പോലും തിരുവിതാംകൂറിലെ നാടൻ കലാ സംസ്കാരത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അതിലെ താളവൈവിധ്യങ്ങളെക്കുറിച്ചോ, കലാശം എന്ന പേരിനെ കലായം എന്നിപ്പോഴും വിളിക്കുന്ന തിത്തത്തകത തികതത്താകൃതിത്തയിതാദിത്താദിഗതത്തെയിന്ന് കലാശമെടുക്കുന്ന പടയണിക്കാരനെയോ, തത്തോം തകതോം കടതഗിതാക തെയ്യത്താ തൊങ്കത്തക്ക തതികണ എന്നുള്ള ശ്രീവേഷത്തിൻ്റെ കലാശമെടുക്കുന്ന പടയണിയെയോ, ഈ കഥകളിയുടെ പാരമ്പര്യം അന്വേഷിച്ചു പോയ ആരും പഠിച്ചിട്ടില്ല, അത് തിരയാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം.
വാസ്തവത്തിൽ രാമനാട്ടം രൂപപ്പെട്ട ആ സാഹചര്യത്തിൽ നിന്നാണ് തെക്കൻ കഥകളിയുടെ പ്രാഥമികമായ അതിൻ്റെ അറിവ് ശേഖരണം ആരംഭിക്കേണ്ടത് എന്നൊരു പക്ഷക്കാരനാണ് ഞാൻ. പലപ്പോഴും പറയാറുണ്ട്, തെക്കൻ കഥകളി, തെക്കൻ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ആദ്യമേ നമ്മൾ പറയാറുള്ളത് കപ്ലിങ്ങാടൻ എന്നൊരു വാക്കാണ്. വാസ്തവത്തിൽ കപ്ലിങ്ങാടൻ ശൈലി എത്രമാത്രം തിരുവിതാംകൂറിൽ പ്രബലമായിരുന്നു എന്നോ അതിൽ മറ്റേതെല്ലാം ശൈലികൾ കടന്നു വന്നുവെന്നോ കൃത്യമായ ഒരു വിലയിരുത്തൽ ആർക്കും സാധിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇപ്പോൾ ആധികാരികമായ കഥകളിയുടെ ചരിത്രരേഖയായി നമ്മൾ കരുതുന്നത് KPS മേനോൻ്റെ കഥകളി രംഗമാണ്. ആ കഥകളി രംഗത്തിൽ പോലും തെക്ക് ഭാഗത്തുള്ള, അതായത് അതിൽ വിശദീകരിച്ചിട്ടുള്ള പല നടന്മാരെക്കുറിച്ചും KPS മേനോനും മറ്റു പലരും അയച്ചു കൊടുത്ത വിവരങ്ങളാണ് കഥകളി രംഗത്തിലൂടെ നാം വായിച്ചറിഞ്ഞിട്ടുള്ളത്. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ അനന്തസുബ്രഹ്മണ്യരുടെ ഗ്രന്ഥത്തിലുണ്ട്, ശ്രീമാൻ KPS മേനോൻ എന്നോട് ഇത്രാം തീയതി ഇന്ന നടനെക്കുറിച്ച് അഭിപ്രായം വേണം എന്ന് ചോദിച്ചു. ഞാൻ ഇന്ന ആൾക്കാരെക്കുറിച്ച്, അദ്ദേഹം കണ്ടിട്ടില്ലാത്തവരാണ്, അവരെക്കുറിച്ചുള്ള അഭിപ്രായം എഴുതി അയച്ചു കൊടുത്തു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വന്നത്, തെക്കൻ സമ്പ്രദായത്തിലെ പ്രധാന നടന്മാരെക്കുറിച്ച് പരാമർശിച്ചു പോകുമ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ പരമ്പരയോ അവരുടെ പാരമ്പര്യമോ അവരുടെ ശിഷ്യരെക്കുറിച്ചോ ഒരു ശരിയായ വിലയിരുത്തൽ ഉണ്ടായിട്ടില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ തെക്കൻ സമ്പ്രദായം വളരെ കേമമായിരുന്നു, അല്ലെങ്കിൽ അതിലെ ശൈലികൾ വളരെ കേമമായിരുന്നു എന്നോ സ്ഥാപിക്കാനല്ല എൻ്റെ ശ്രമം. മറിച്ച് ചില വസ്തുതകളെ മുന്നോട്ട് വയ്ക്കുക മാത്രമാണ്. കാരണം ശൈലീവൽക്കരണത്തിൻ്റെ ഏറ്റവും സാഫല്യം, ഒരുപക്ഷെ കൂടിയാട്ടത്തേക്കാൾ ഒരു പടി മുന്നിൽ കേരളീയ രംഗകലയെ അത് സാധിച്ചെടുത്തത് കല്ലുവഴി സമ്പ്രദായം തന്നെയാണ്. അതിന് യാതൊരു സംശയവുമില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ ബോധ്യം. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ പ്രബന്ധം അവതരിപ്പിക്കുന്നത്. കപ്ലിങ്ങാടന് മുമ്പ് നമ്മൾ ചരിത്രത്തിലേക്ക് കടന്നാൽ ആദ്യമായി രാമനാട്ടം അവതരിപ്പിച്ച ചില നടന്മാരെക്കുറിച്ച് പരാമർശങ്ങളുണ്ടെന്നുള്ളതല്ലാതെ അവരെക്കുറിച്ചുള്ള മറ്റ് കാര്യങ്ങളൊന്നും തന്നെ, ഇപ്പോൾ ആറന്മുള ഇട്ടിരവി പണിക്കർ ഒരു പേരാണ് അതിൽ, ആറന്മുള ഇട്ടിരവി പണിക്കർ. എന്തുകൊണ്ടാണ് ആറന്മുള ഇട്ടിരവി പണിക്കരെ രാമനാട്ടം ത്തിനായി കൊട്ടാരക്കര തമ്പുരാൻ അത് പഠിപ്പിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹം എന്തുകൊണ്ടത് ചെയ്യാനായി അദ്ദേഹത്തിന് സാധിച്ചു? ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തീർച്ചയായും കൊട്ടാരക്കര പ്രദേശത്ത്, ഒന്നാമത് കൊട്ടാരക്കര തമ്പുരാൻ ജീവിച്ചിരുന്ന സ്ഥലം എന്നത് ആശ്ചര്യ ചൂടാമണിയുടെ ജന്മസ്ഥലമാണ്. കൂടിയാട്ടത്തിന് രാമനാട്ടത്തിനോടുള്ള ബന്ധത്തെക്കുറിച്ച് പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ടതില്ല, അതിൻ്റെ ഇതിവൃത്തത്തിലായാലും. എന്നാൽ അവതരണത്തിൽ ഒരു പക്ഷേ തമ്പുരാൻ മുന്നിൽ കണ്ടത് കൂത്തമ്പലത്തിൽ പ്രവേശനമില്ലാത്ത സാധാരണക്കാരായ മനുഷ്യർക്ക് കാണാനാവുന്ന, അവർക്ക് ആസ്വദിക്കാനാവുന്ന ഒരാട്ടം തന്നെ ആവണം. ഇപ്പോഴും കൂടിയാട്ടത്തിൽ അവശേഷിച്ചിരിക്കുന്ന തികച്ചും ലോകധർമ്മിയെന്ന് നമുക്ക് പറയാവുന്ന വളരെ ജൈവികമായ കേരളത്തിൻ്റെ നാടൻ കലാപാരമ്പര്യത്തിലെ ഒരുപാട് അംശങ്ങൾ നമുക്ക് ഇന്നും കൂടിയാട്ടത്തിൽ കാണാൻ സാധിക്കും. തീർച്ചയായും അന്നത്തെ അനുഷ്ഠാന കലാകാരന്മാർ, അനുഷ്ഠാന കലകൾ കൈകാര്യം ചെയ്തിരുന്ന ആശാന്മാരെ കൊണ്ടാവണം അദ്ദേഹം ഈ കലയുടെ ആദ്യ പാഠങ്ങൾ അദ്ദേഹം കോർത്തെടുത്തത്. ഒരു കാര്യം KPS മേനോൻ വ്യക്തമായി പറയുന്നുണ്ട്. പൊന്നാനി ശങ്കടി എന്ന രണ്ട് പാട്ടുകാരെ കുറിച്ചി കളരിയിൽ വെച്ചാണ് രൂപം കൊണ്ടതെന്ന് പറയുന്നുണ്ട്.
അത് അദ്ദേഹം പറഞ്ഞത് മാത്രമാണ് അതിനൊരു അവലംബമായിട്ടുള്ളത്. കുറിച്ചി കളരിയിൽ വെച്ച് 2 പാട്ടുകാർ രൂപം കൊണ്ടുവന്നു. ഈ 2 പാട്ടുകാർ, മുൻപാട്ടുകാരനും പിൻപാട്ടുകാരനും എന്നുള്ളത് മിക്കവാറും അനുഷ്ഠാന കലാരൂപങ്ങളിലെ എല്ലാം സമ്പ്രദായം അങ്ങനെയാണ്. ഈ കുറിച്ചി കളരിയുടെ ഒരു പാരമ്പര്യം അന്വേഷിച്ചാൽ രാമനാട്ടം ചെയ്തിരുന്ന കൊട്ടാരക്കര തമ്പുരാൻ്റെ രാമനാട്ട സംഘത്തിലുണ്ടായിരുന്ന ഒരു പൂവക്കുളത്ത് കൃഷ്ണപിള്ള, അദ്ദേഹത്തെക്കുറിച്ച് എങ്ങും ഒരു ഗ്രന്ഥത്തിൽ ഞാൻ പരാമർശിച്ച് കേട്ടിട്ടില്ല. ഞാൻ എൻ്റെ വീടിരിക്കുന്ന ഇത്തിത്താനം കുറിച്ചി പഞ്ചായത്തിലെ ഒരു ഗ്രാമമാണ്. കുറിച്ചിയിലിപ്പോൾ ഒരു കഥകളി ക്ലബ്ബുണ്ട്. ഞങ്ങളൊക്കെ അതിൻ്റെ ഭാരവാഹികളുമാണ്. ഓരോ വീട്ടിലും ഓരോ കഥകളിക്കാരൻ, ഞങ്ങളുടെ കാരണവരൊരു കഥകളിക്കാരനായിരുന്നു എന്ന് പറയുന്ന ഓരോ കുടുംബങ്ങൾ കുറിച്ചിയിൽ ഇന്നുമുണ്ട്. അതിലൊരു വീടാണ് ഈ പൂവക്കുളത്ത് എന്ന് പറയുന്നത്. ഈ പൂവക്കുളത്ത് കൃഷ്ണപിള്ള കുറിച്ചിയിലൊരു കളരി തുടങ്ങുകയും ആ കളരി നിന്ന സ്ഥലമൊക്കെ ആ കുടുംബക്കാർ ഇപ്പോഴും പറയും, ഇവിടെയായിരുന്നു കളരി ഉണ്ടായിരുന്നത്. അദ്ദേഹമാണ് ഉത്രം തിരുനാളിൻ്റെ കഥകളി യോഗത്തിലെ ഏറ്റവും വലിയ ആശാനായിരുന്ന വലിയ കൊച്ചയ്യപ്പ പണിക്കരെ പഠിപ്പിച്ചത് എന്നാണ് കുറിച്ചിയിലുള്ള ഒരു പാരമ്പര്യമായൊരു വിശ്വാസം. ഈ പൂക്കുളത്ത് കൃഷ്ണപിള്ള അവസാനം കാശിക്ക് പോവുകയായിരുന്നു എന്നൊക്കെയാണ് അവരുടെ വീട്ടുകാർ പറയുന്നത്. പക്ഷെ അദ്ദേഹത്തെക്കുറിച്ച് എങ്ങും ഒരു പരാമർശം കാണാനില്ല. 3-4 കൃഷ്ണപിള്ളമാരെ കുറിച്ചുള്ള ഈ കുറിച്ചി പാരമ്പര്യത്തിലൊരു സംശയം എപ്പോഴും എല്ലാവർക്കും ഉണ്ടാകാറുണ്ട്. ഇതിൽ വലിയ കൃഷ്ണപിള്ള ഏതാണ്, ചെറിയ കൃഷ്ണപിള്ള ഏതാണ് എന്നൊക്കെ. ഈ പൂവക്കുളത്ത് കൃഷ്ണപിള്ളയെക്കുറിച്ച് പ്രത്യേകിച്ചൊരു പരാമർശം ഒരു ഗ്രന്ഥത്തിലും ഉണ്ടായിട്ടില്ല. ഉത്രം തിരുനാളിൻ്റെ കാലത്ത് വലിയ കൊച്ചയ്യപ്പ പണിക്കരിൽ നിന്നാണ് കുറിച്ചി പാരമ്പര്യത്തെക്കുറിച്ച് KPS മേനോൻ അടക്കമുള്ള കഥകളി ചരിത്രകാരന്മാരും ലേഖകരും പരാമർശിച്ചിട്ടുള്ളത്. ഈ കുറിച്ചി പാരമ്പര്യത്തിൽ വെട്ടത്ത് പോയി വന്ന കഥകളി എന്നാണ് KPS മേനോൻ പറയുന്നത്. എന്താണ് ഈ വെട്ടത്ത് പോയി വന്ന കഥകളി? രാമനാട്ടത്തിന് ശേഷം കോട്ടയം കഥകൾ ഉണ്ടാവുകയും കല്ലടിക്കോടൻ സമ്പ്രദായം ഉണ്ടാവുകയും കഥകളിയുടെ ഘടനാസ്വരൂപം കുറച്ചുകൂടി കൃത്യതയാർന്നതായി തീരുകയും ചെയ്ത ശേഷമുള്ള കഥകളി എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്തരമൊരു കഥകളി കുറിച്ചിയിലേക്ക് വന്നു എന്നാണ്. അതിന് വളരെ കൃത്യമായ ഒരു ലക്ഷണം അവിടെ കാണാനുണ്ട്. കാരണം ഈ കുറിച്ചി സമ്പ്രദായത്തിൽ എപ്പോഴും കാലയവധ അർജുനൊരു പ്രത്യേക പ്രാധാന്യമുണ്ട്. കുറിച്ചിയുടെ തൊട്ടടുത്ത്, കുറിച്ചിയിൽ നിന്ന് ചാല് കീറിയാൽ ഏതാണ്ട് 1 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ട് എത്തുന്ന കാവാലത്ത് രൂപപ്പെട്ട കളരിയിലും തകഴിയിൽ രൂപപ്പെട്ട കളരിയിലും അതിന് തൊട്ടടുത്ത അമ്പലപ്പുഴ രൂപപ്പെട്ട കളരിയിലും ഈ കോട്ടയം കഥകൾക്ക് ഒരു പ്രത്യേക പ്രാധാന്യമുണ്ട്. ഈ കോട്ടയം കഥകളുടെ പ്രാധാന്യം പിൽക്കാലത്തില്ലാതായി. ഇപ്പോൾ കല്ലടിക്കോടൻ സമ്പ്രദായത്തിൽ പോലും സലജോഹം 28 അക്ഷരകാലത്തിലാണ് ചെയ്തിരുന്നത് എന്ന് പറയാറുണ്ട്. പലരും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് 56 വരുന്ന തൗരത്രികത്തിൻ്റെ സകല ലാവണ്യവും കടഞ്ഞെടുത്ത പതിഞ്ഞ പദങ്ങളുടെ അവതരണത്തിലേക്ക് വരുന്ന കല്ലൂഴി സമ്പ്രദായം. ആ സമ്പ്രദായത്തിലേക്ക് ഒരു വലിയ ദൂരമുണ്ട്. അതിനിടയ്ക്ക് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ പരാമർശ വിധേയമാക്കുന്നത്. ഈ കുറിച്ചി സമ്പ്രദായത്തിൽ കാലകേയധ അർജുനന് പ്രാധാന്യം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് നാം കാണുന്ന ഈ എല്ലാം തികഞ്ഞ കലയോധത്തിലെ അർജുനനായിരുന്നു എന്ന് ധരിക്കാൻ പാടില്ല. ഈ കുറിച്ചി വലിയ കൃഷ്ണപിള്ളയുടെ കുറിച്ചി വലിയ കൊച്ചയ്യപ്പ പണിക്കരുടെ ശിഷ്യനാണ് വലിയ കൃഷ്ണപിള്ള. പാർത്ഥൻ തന്നുടെ സഭയിൽ ശോഭിച്ചൊരു കൃഷ്ണപിള്ള എന്ന് അദ്ദേഹത്തെക്കുറിച്ച് വളരെ പ്രശസ്തമായി പറയാറുണ്ട്. അവിടെ നാട്ടിൽ
വളരെ ഐതിഹ്യങ്ങൾ, അത് കഥകളി നടന്മാരെ ചുറ്റിപ്പറ്റി ധാരാളം ഐതിഹ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിലൊരു ഐതിഹ്യമാണ് അദ്ദേഹം കുത്തുകാല് മുറുക്കി ഏറ്റുമാനൂർ ക്ഷേത്രത്തിന് വലം വെച്ചു എന്നൊക്കെയുള്ളത്. പക്ഷേ ഈ വലിയ കൃഷ്ണപിള്ള ആശാൻ്റെ വളരെ പ്രായം ചെന്ന് കഴിഞ്ഞിട്ട് പിൽക്കാലത്ത് തെക്കൻ കളരിയുടെ അല്ലെങ്കിൽ തെക്കൻ സമ്പ്രദായത്തിൻ്റെ ഏറ്റവും വലിയ ആചാര്യനായി കരുതിയിരുന്ന ചെങ്ങന്നൂർ രാമപിള്ള ആശാൻ അത്ര മതിപ്പോടെയല്ല അദ്ദേഹത്തിൻ്റെ വേഷത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതവിടെ ഇരിക്കട്ടെ. ഈ കുറിച്ചി സമ്പ്രദായത്തിൽ വലിയ കൊച്ചയ്യപ്പ പണിക്കർ അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് അവസാന കാലത്താണ് ഉത്രം തിരുനാൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വാത്സല്യഭാജനമായ ഈശ്വരപിള്ള വിചാരിപ്പുകാരെ പഠിപ്പിക്കുവാനായി വലിയ കൊച്ചയ്യപ്പ പണിക്കരെ ഏർപ്പെടുത്തുന്നത്. വലിയ കൊച്ചയ്യപ്പ പണിക്കർക്ക് 3 പ്രധാന ശിഷ്യരാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ഈശ്വരപിള്ള വിചാരിപ്പുകാർ, മറ്റൊന്ന് കുറിച്ചിയിൽ തന്നെയുള്ള വലിയ കൃഷ്ണപിള്ള, അദ്ദേഹം ബന്ധുവാണ് വലിയ കൊച്ചയ്യപ്പ പണിക്കരുടെ, മറ്റൊന്ന് നളനുണ്ണിയാണ്. നളചരിതം എന്ന കഥ എല്ലാ കാലത്തും ആശാന്മാരുടെ, പ്രത്യേകിച്ച് ഭാവനാത്മകമായി തൻ്റെ കലയെ വൈകാരികവും വൈചാരികവുമായി സമീപിക്കാൻ ശേഷിയുള്ള ആശാന്മാരിലൂടെയാണ് നളചരിതം എല്ലാ കാലത്തും പ്രശസ്തമായിട്ടുള്ളത്. അതൊരു കാലത്ത് നളനുണ്ണി എന്ന പേരിൽ നിന്നാണെങ്കിൽ പിന്നീട് വളരെ വലിയ ഇടവേളകൾ കഴിഞ്ഞിട്ടാണ് ഒരു കൃഷ്ണനായർ ആശാൻ വരുന്നത്. പിന്നീട് അതേ വഴിയിലേക്ക് ഗോപിയാശാൻ എത്തുന്നത്. നമുക്കറിയാം, എത്രയൊക്കെ ശ്രമിച്ചാലും ആ നളനെ പ്രകാശിപ്പിക്കുക എന്ന് പറയുന്നത് ഉള്ളിലൊരു നടനുള്ളവർക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ്. അതവിടെ നിൽക്കട്ടെ. എന്തായാലും അദ്ദേഹത്തിന് നളനിൽ നളചരിതം അവതരിപ്പിക്കുന്നതിലായിരുന്നു നളനുണ്ണിക്ക് പ്രശസ്തിയെങ്കിലും വലിയ കൃഷ്ണപിള്ള കാലയവധത്തിൽ അർജുനനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വേഷം. പിന്നീട് 2 പേര് ജ്യേഷ്ഠാനുജന്മാർ, അതായത് കൊച്ചപ്പി രാമന്മാർ എന്ന് പറയുന്ന 2 പേരിലേക്ക് ഈ കുറിച്ചി കളരി വന്നെത്തുകയാണ്. ചെറിയ കൊച്ചയ്യപ്പ പണിക്കരും വലിയ കൊച്ചയ്യപ്പ പണിക്കരും. അവരുടെ ബന്ധു അനന്തരവൻ എന്ന് പറയാവുന്ന ആളാണ് ഗുരുകുഞ്ചുകുറുപ്പ്. മറ്റൊരാൾ കുറിച്ചി കുഞ്ഞമ്പണിക്കരും മറ്റൊരാൾ കുടമാളൂർ കരുണാകരൻ നായരുമാണ്. അപ്പോൾ ആധുനിക 20-ാം നൂറ്റാണ്ടിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഈ കുറിച്ചി കളരിയുടെ ഒരു പ്രധാന സവിശേഷതയെ ഞാൻ ആദ്യം പറഞ്ഞ ഈ കോട്ടയം കഥകളോടുള്ള പ്രത്യേക ബന്ധം ഈ 20-ാം നൂറ്റാണ്ടിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞതിന് ശേഷം തീരെ കാണാനില്ലാതായി എന്നുള്ളതാണ് വാസ്തവത്തിൽ കുഞ്ചുകുറുപ്പാശാനിലൂടെയും കുഞ്ഞമ്പണിക്കരാശാനിലൂടെയും നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കുറിച്ചി ശൈലിയോട് പൊതുവേ നമ്മൾ കപ്ലിങ്ങാടൻ ശൈലി എന്ന് പറയുമെങ്കിലും കുറിച്ചി ശൈലി അതിൽ നിന്ന് കുറച്ച് വേറിട്ട് തന്നെ നിൽക്കുകയായിരുന്നു എന്നാണ് ഞാൻ ഈ പറഞ്ഞു വന്നതിനർത്ഥം. ഇതിൽ ആദ്യത്തെ വലിയ കൊച്ചയ്യപ്പ പണിക്കരുടെ ശിഷ്യനായിരുന്ന ഈശ്വരപിള്ള വിചാരിപ്പുകാരന് കപ്ലിങ്ങാടൻ ശൈലിയിലെ വലിയ ആശാനായിരുന്നു പൊയ്കയിൽ ശേഖരവാര്യരെ കൊണ്ട് ഉത്രം തിരുനാൾ അദ്ദേഹത്തിന് പ്രത്യേക പരിശീലനം കൊടുക്കുന്നുണ്ട്. എന്തായാലും ഇതിനകത്ത് ഈ കുറിച്ചി കളരിയിലെ മറ്റൊരു വഴി എന്ന് പറയുന്നത് വെച്ചൂർ അയ്യപ്പക്കുറുപ്പും വെച്ചൂർ രാമൻപിള്ളയുമാണ് തിരുവിതാംകൂറിലെ അറിയപ്പെടുന്ന താടിവേഷക്കാർ. ഞാൻ വേഷക്കാരെക്കുറിച്ച് മാത്രമേ ഇന്നിവിടെ പരാമർശിക്കുന്നുള്ളൂ. മേളക്കാരെക്കുറിച്ച് ഒരുപക്ഷെ എന്താ പറയുക, തിരുവിതാംകൂറിൽ തീരെ പരാമർശിക്കാനില്ല. പിന്നെയും പാട്ടുകാരെക്കുറിച്ചാണ് എന്തെങ്കിലും പരാമർശിക്കാനുള്ളത്. അത് മറ്റൊരു വിഷയമായതുകൊണ്ട് തന്നെ തൽക്കാലം ഞാനതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഈ കുറിച്ചി കളരിയുടെ ഒരു പ്രതിനിധിയായി വരുന്ന അല്ലെങ്കിൽ അവസാന കണ്ണികളായി വരുന്ന ഗുരുകുഞ്ചുകുറുപ്പ്, കുറിച്ചി കുഞ്ഞൻ പണിക്കർ, കുടമാളൂർ കരുണാകരൻ നായർ, ഇവരിലൊക്കെ തന്നെ കല്ലടിക്കോടൻ സമ്പ്രദായത്തിൻ്റെ ചില അംശങ്ങളെ കണ്ടെത്തിയവരുണ്ട്. ഞാനിവരുടെ ആരുടെയും വേഷം കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് വിലയിരുത്താനുള്ള ശേഷിയുമില്ല. എന്തായാലും കുഞ്ഞൻ പണിക്കരാശാനും ഗുരു ചെങ്ങന്നൂരും തമ്മിൽ അവരവരുടെ ശൈലികളെ പരിഹസിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു എന്ന് പഴയ
തലമുറയിലുള്ള ആസ്വാദകർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇന്നത്തെ തെക്കൻ സമ്പ്രദായം എന്ന് നമ്മൾ പരക്കെ അറിയപ്പെടുന്നത് കലാമണ്ഡലത്തിലെ തെക്കൻ സമ്പ്രദായമാണ്. ഈ കലാമണ്ഡലത്തിലെ തെക്കൻ സമ്പ്രദായം എന്നത് വാസ്തവത്തിൽ തിരുവിതാംകൂറിലുണ്ടായിരുന്ന തെക്കൻ സമ്പ്രദായങ്ങളുടെ ഒരു കലാമണ്ഡലം ശൈലിയിലേക്കുള്ള ഒരു പരിവർത്തിത രൂപമാണ് നമ്മൾ ഇന്ന് കാണുന്നത്. കലാമണ്ഡലത്തിന് ഇണങ്ങുന്ന വിധത്തിൽ അതിനെ ആക്കി തീർത്തു എന്ന് പറയുന്നതാവും ശരി. അതിന് കലാമണ്ഡലം രാജശേഖരനാശാന് തന്നെയാണ് അതിൻ്റെ എല്ലാവിധ ബഹുമതികളും കൊടുക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ ആശാനായ മടവൂരാശാനിൽ നിന്ന് പോലും വ്യത്യസ്തമായ പലതും അദ്ദേഹത്തിൻ്റെ രാജശേഖരനാശാൻ്റെ സിലബസിൽ നമുക്ക് കാണാൻ കഴിയും. ഈ മടവൂർ വാസുദേവൻ നായർ ആശാൻ്റെ ഗുരുനാഥനാണ് ഗുരുചെങ്ങന്നൂർ. ഒരുപക്ഷെ തെക്കൻ സമ്പ്രദായങ്ങൾ പല ശൈലികളുണ്ടായിരുന്ന, അതായത് കുറിച്ചി വഴി, തകഴി വഴി, കാവാലം വഴി, അമ്പലപ്പുഴ വഴി, കിടങ്ങൂർ വഴി എന്നൊക്കെ പറയുന്ന പല പല ആശാന്മാരുടെ കീഴിൽ രൂപപ്പെട്ടു വന്ന പല ശൈലികളുടെയും അസ്തമനത്തിനൊടുവിൽ ശേഷിച്ച ഒരേ ഒരു ശൈലി ഗുരുചെങ്ങന്നൂരിൻ്റെ ശൈലിയായിരുന്നു. അദ്ദേഹത്തിനെയും കപ്ലിംഗ് ആടൻ സമ്പ്രദായക്കാരൻ എന്നാണ് നമ്മൾ പറയാറ്. ഈ കപ്ലിംഗ് ആടൻ സമ്പ്രദായം എന്ന് പറയുമ്പോൾ വലിയ കൊച്ചയ്യപ്പ പണിക്കരുടെ കാലത്ത് കപ്ലിങ്ങാട് നമ്പൂരി ജനിച്ചിട്ട് പോലുമില്ല എന്ന് ഓർക്കണം. അദ്ദേഹത്തിൻ്റെ ആണ്ട് ബാല്യകാലം കൂടി വന്നാൽ കപ്ലിങ്ങാട് നമ്പൂരിയുടെ ഇപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തെക്കുറിച്ച് അറിയുന്ന രേഖകൾ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ബാല്യകാലമാണ് 1779 കപ്ലിങ്ങാട് നമ്പൂരി തിരുവനന്തപുരത്ത് എത്തിയതായ ഒരു രേഖയുള്ളത്. ഗുരുചെങ്ങന്നൂരിനെ കപ്ലിങ്ങാടൻ ശൈലിയുടെ അമരക്കാരൻ അല്ലെങ്കിൽ മടവൂരാശാനെ കപ്ലിങ്ങാടൻ ശൈലിയുടെ ശേഷിപ്പ് എന്നൊക്കെ വിശേഷിപ്പിക്കുമ്പോൾ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന മറ്റ് ചില പ്രശ്നങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കാം. അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായ ഭീമൻ കേശവ പണിക്കർ, അതായത് തകഴി കേശവ പണിക്കർ, ഈ തകഴി കേശവ പണിക്കർ അദ്ദേഹം രൗദ്രഭീമൻ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വേഷം രൗദ്രഭീമൻ ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഭീമൻ കേശവ പണിക്കർ എന്ന പേര് ലഭിച്ചത്. ഗുരുചെങ്ങന്നൂർ രാമൻപിള്ള ഏറ്റവും കൂടുതൽ അഭ്യസിച്ചിരിക്കുന്നത് തകഴി കേശവ പണിക്കരിൽ നിന്നാണ്. ഈ തകഴി കേശവ പണിക്കരുടെ ഗുരുനാഥനായ തകഴി വേലുപ്പിള്ള, അദ്ദേഹവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറിച്ചിയിൽ നിന്നൊരു ചാലി കീറിയാൽ എത്തുന്ന തകഴിയിലാണ്. അവിടെയും കോട്ടയം കഥകൾക്കായിരുന്നു പ്രാധാന്യം ഈ തകഴി വേലുപ്പിള്ള ആശാൻ്റെ കളരിയിൽ. പക്ഷേ ഈ തകഴി കേശവ പണിക്കർ ആശാനും നേരിട്ട് കപ്ലിങ്ങാടൻ ശൈലിയുമായി ബന്ധപ്പെടുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. തകഴി കേശവ പണിക്കർ ആശാൻ മരിക്കുന്നത് അദ്ദേഹം ചെങ്ങന്നൂരാശാൻ്റെ വീട്ടിൽ വെച്ച് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യകാലം മുഴുവനും ചെങ്ങന്നൂരാശാൻ്റെ വീട്ടിലായിരുന്നു. ഈ തകഴി വേലുപ്പിള്ള ആശാന് 3 ശിഷ്യന്മാരുണ്ടായിരുന്നു. ഒന്ന് തകഴി കുഞ്ചുപിള്ള, ഒന്ന് ചെങ്ങന്നൂരാശാൻ്റെ ഗുരുനാഥനായ തകഴി കേശവ പണിക്കർ, മറ്റൊന്ന് തകഴി കൊച്ചുനീലകണ്ഠപിള്ള എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അനന്തരവനാണ്. ചെങ്ങന്നൂരാശാൻ തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്, കൊച്ചുനീലാണ്ടൻ ചേട്ടൻ ചെയ്യുന്നത് ചിലതൊക്കെ ഞാൻ അനുകരിക്കാറുണ്ട് എന്ന്. അദ്ദേഹത്തിൻ്റെ ശൈലിയിലെ പ്രധാനമായും അദ്ദേഹത്തിൻ്റെ ശൈലി ഉൾക്കൊണ്ടിരുന്നത് തകഴി കേശവ പണിക്കരുടെ ശൈലിയായിരുന്നു. ഇനിയിപ്പോൾ ഈ കപ്ലിംഗ് ആടൻ ശൈലി എവിടെ നിന്നാണ് ഈ തെക്ക് വന്നത്? അതാണൊരു വലിയ ചോദ്യം. എങ്ങനെയാണ് നമ്മൾ കപ്ലിംഗ് ആടൻ ശൈലി ചെങ്ങന്നൂരാശാനിൽ വന്നു എന്ന് പറയുന്നത്? അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. അദ്ദേഹം മാത്തൂർ കുഞ്ഞുപിള്ള പണിക്കർ ആശാൻ്റെ അടുത്ത് കുറച്ചു കാലം, ഏതാണ്ട് 1.5-2 വർഷത്തോളം മാത്രമേ അദ്ദേഹം കുഞ്ഞുപിള്ള പണിക്കർ ആശാൻ്റെ അടുത്ത് അഭ്യസിച്ചിട്ടുള്ളൂ. വാസ്തവത്തിൽ മാത്തൂർ കുഞ്ഞുപിള്ള പണിക്കർ എന്ന മഹാനടൻ എന്ന് വള്ളത്തോൾ പോലും വിശേഷിപ്പിച്ചിരുന്ന ആ ഒരൊറ്റ നടനിലൂടെ
കപ്ലിങ്ങാടൻ സമ്പ്രദായം വാസ്തവത്തിൽ പ്യുവറായ കപ്ലിങ്ങാടൻ സമ്പ്രദായം തെക്ക് അവസാനിച്ചു എന്നുള്ളതാണ് സത്യം. മാത്തൂർ കുഞ്ഞുമുള്ള പണിക്കരെടുത്ത് ഏതാണ്ട് 1.5-2 വർഷത്തോളമേ പഠിച്ചിട്ടുള്ളൂ ചെങ്ങന്നൂരാശാൻ. ചെങ്ങന്നൂരാശാൻ്റെ ശൈലി തന്നെ തകഴി കേശവ പണിക്കരാശാൻ്റെ ശൈലിയാണ്. ഇനി നമുക്ക് ഈ ചമ്പക്കുളം അഥവാ ഈ മാത്തൂർ കളരിക്കാണ് എനിക്ക് തോന്നുന്നു കൃഷ്ണമാഷിൻ്റെ മറ്റൊരു ലേഖനത്തിൽ ഞാൻ ഒരിക്കൽ വായിച്ചു, തൗര്യത്രികത്തെ അതിൻ്റെ എല്ലാവിധ അർത്ഥത്തിലും പരിഗണിച്ച, അതിനുവേണ്ടി കളരിയെ കുറച്ചെങ്കിലും ആ രീതിയിൽ കളരിയെ മുന്നോട്ട് കൊണ്ടുപോയത് തിരുവിതാംകൂറിൽ മാത്തൂർ കളരി മാത്രമാണ്. ഒരുപക്ഷെ അതിനകത്ത് ഒരു എന്താ പറയുക, ഒരു അതിശയോക്തിയോ അങ്ങനെ ഒരു വാചകമായിട്ട് അതിനെ കരുതിയാലും അതിൽ കുറച്ച് വാസ്തവം ഇല്ലാതില്ല. മാത്തൂർ കുഞ്ഞുമുള്ള പണിക്കരുടെ ഗുരുനാഥൻ ആയ ചമ്പക്കുളം ശങ്കുപിള്ളയുടെ ഗുരുനാഥനായ കണ്ടത്തിൽ നാരായണമേനോൻ. ഈ കണ്ടത്തിൽ നാരായണമേനോൻ്റെ പേര് KPS മേനോൻ കുണ്ടത്തിൽ നാരായണമേനോൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് പലരും അത് കുണ്ടത്തിൽ നാരായണമേനോൻ എന്ന് പറയാറുണ്ട്. വാസ്തവത്തിൽ കണ്ടത്തിൽ നാരായണമേനോൻ തന്നെയാണ്. കണ്ടത്തിൽ നാരായണമേനോൻ്റെ ഗുരുനാഥനായ ഇട്ടീരി പണിക്കരാണ് കപ്ലിങ്ങാടൻ സമ്പ്രദായത്തെ വാസ്തവത്തിൽ തെക്കോട്ട് കൊണ്ടുവരുന്ന ആൾ. മൂകാംബികയിൽ ഭജനം നടത്തി, ഇനി കഥകളി പഠിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം മൂകാംബികയിൽ ഭജനം നടത്തിയതിന് ശേഷം കഥകളി പഠിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി പോയ കലവൂർ നാരായണമേനോനാണ് ഈ കണ്ടത്തിൽ നാരായണമേനോൻ എന്ന തിരുവിതാംകൂറിലെ ആദ്യത്തെ കപ്ലിങ്ങാടൻ സമ്പ്രദായം അഭ്യസിച്ച ആൾ. അവിടെ വെച്ച് അദ്ദേഹം ഇട്ടീരി പണിക്കരെ കാണുകയും മൂകാംബിക വെച്ച് ഇട്ടീരി പണിക്കരെ കാണുകയും തിരിച്ചു വരുന്ന വഴി അദ്ദേഹത്തിൻ്റെ കളരിയിൽ പോയി അഭ്യസിക്കുകയും ആ ഒരാശാനിൽ നിന്ന് മാത്രമേ കണ്ടത്തിൽ നാരായണമേനോൻ അഭ്യസിച്ചിട്ടുള്ളൂ. അതാണ് അദ്ദേഹത്തിൻ്റെ മകനായ ചമ്പക്കുളം ശങ്കുപിള്ളയാണ് മാത്തൂർ കുഞ്ഞുമുള്ള പണിക്കരാശാൻ്റെ ഗുരുനാഥൻ. ഈ ചമ്പക്കുളം ശങ്കുപിള്ള പഠിപ്പിച്ച മറ്റ് 2 പേര്, ഒന്ന് ചമ്പക്കുളം പരമുള്ള, അതായത് ചമ്പക്കുളം താടിവേഷക്കാരനായ പാച്ചുപിള്ള ആശാൻ്റെ അമ്മാവൻ, മറ്റൊരാൾ തോട്ടം ശങ്കരൻ നമ്പൂതിരിയാണ്. ഈ മാത്തൂർ കുഞ്ഞുമുള്ള പണിക്കര ആശാനോടുകൂടി അദ്ദേഹം ഏതാണ്ട് 70 വയസ്സ് തികഞ്ഞില്ല, അതിനു മുമ്പ് തന്നെ അദ്ദേഹം അന്തരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് വള്ളത്തോളുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധത്തിന് കാരണം സർദാർ KM പണിക്കരാണ്. സർദാർ KM പണിക്കരും വള്ളത്തോളുമായുള്ള ബന്ധം കൊണ്ട് വള്ളത്തോൾ അവിടെ വന്ന് കാവാലത്ത് വന്ന് KM പണിക്കർ കാവാലത്ത് വരുന്ന സമയത്ത് വള്ളത്തോളിനെ ക്ഷണിക്കും. അദ്ദേഹം അവിടെ വരും, മാസങ്ങളോളം അവിടെ അദ്ദേഹത്തിനൊപ്പം താമസിക്കും. അവിടെ വെച്ച് ഈ കുഞ്ഞുമുള്ള പണിക്കരുടെ ധാരാളം വേഷങ്ങൾ വള്ളത്തോൾ കണ്ടിട്ടുണ്ട്. അവിടെ മനയോല അരച്ചിരുന്ന ഗുരുഗോപിനാഥനെയൊക്കെയാണ് ഇവരെ കലാമണ്ഡലത്തിലേക്ക് ഞാൻ കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിച്ച് അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. ഞാൻ പ്രത്യേകം എടുത്തു പറയാൻ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇട്ടീരി പണിക്കരിൽ നിന്ന് കണ്ടത്തിൽ നാരായണമേനോനിലേക്ക് വന്ന് അവിടെ നിന്ന് ശങ്കുപിള്ള ആശാനിലേക്ക് വന്ന് അവിടെ നിന്ന് മാത്തൂർ കുഞ്ഞുമുള്ള പണിക്കരിലേക്ക് വന്ന കപ്ലിങ്ങാട ശൈലിയുടെ ഒരംശം മാത്രമേ ചെങ്ങന്നൂർ രാമപിള്ള ആശാനിലേക്ക് എത്തിയിട്ടുള്ളൂ എന്ന് പറയാനാണ് ഞാൻ ശ്രമിച്ചത്. എന്നാൽ അന്നത്തെ കാലത്തെ ഒരു സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വേഷം, ആ വേഷത്തിന് താൻ അഭ്യസിച്ചിട്ടില്ലെങ്കിൽ ആ ആശാൻ്റെ അടുത്ത് പോയി ചെന്ന് ആ വേഷത്തിൻ്റെ സമ്പ്രദായങ്ങൾ പഠിക്കുക, ആ വേഷത്തിൻ്റെ സമ്പ്രദായങ്ങൾ പഠിച്ച് അത് ചെയ്യാനുള്ള അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക എന്നൊക്കെയാണ്. മറ്റൊരു വലിയൊരു ദുഃഖകരമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ചെങ്ങന്നൂരാശാനിലേക്ക് എത്തുമ്പോൾ തിരുവിതാംകൂറിലെ പച്ചവേഷങ്ങൾ ഏതാണ്ട് പച്ച വേഷങ്ങൾ കെട്ടുന്ന കൃഷ്ണനാരാശാൻ ഒരു വലിയ സ്വീകരണം കിട്ടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അതാണ്. ചെങ്ങന്നൂരാശാനിലേക്ക് എത്തുമ്പോൾ കഥകളി എന്നാൽ കത്തി എന്നുള്ള നിലയിലേക്ക് വരാൻ തുടങ്ങി.
ഈ അനന്തസുബ്രഹ്മണ്യരുടെ ഗ്രന്ഥത്തിൽ അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്. ആ മാന്യൻ്റെ കത്തി എത്രത്തോളം മനോഹരമാണോ അത്രത്തോളം വിരൂപമാണ് അദ്ദേഹത്തിൻ്റെ പച്ച എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏത് കഥയായാലും ആ കഥയിലെ കത്തിക്കൊരു വലിയ പ്രാധാന്യം കിട്ടുക. അങ്ങനെ ചെങ്ങന്നൂരാശാൻ കത്തിയുടെ അധിപതിയായി തെക്കൻനാട്ടിൽ വിലസുക, അദ്ദേഹത്തിൻ്റെ ശിഷ്യർക്കും ഈ കത്തിയിലേക്ക് കൂടുതൽ താല്പര്യം തോന്നുക. സമയപരിമിതി കൊണ്ട് ഞാൻ മറ്റ് കളരികളിലേക്കൊന്നും അധികം കടക്കുന്നില്ല. വിശദീകരിക്കാനാണെങ്കിൽ ഒരുപാട് അതിനെക്കുറിച്ച് പറയാനുണ്ട്. എങ്കിലും ഈ ചെങ്ങന്നൂരാശാൻ്റെ കളരിയെക്കുറിച്ച് പറഞ്ഞ് ഇത് ഉപസംഹരിക്കാവുന്ന വരുന്നു. അദ്ദേഹത്തിൻ്റെ ശിഷ്യർ ഹരിപ്പാട് രാമകൃഷ്ണപിള്ള, മടവൂർ വാസുദേവൻ നായർ, മങ്കൊമ്പ് ശിവശങ്കരപിള്ള, ചെന്നിത്തല ചെല്ലപ്പൻപിള്ള, ഇവരുടെ എല്ലാവരുടെയും വേഷങ്ങൾ കാണാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ഇതിൽ ആശാൻ്റെ ഒപ്പം, നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ആശാൻ്റെ ഒപ്പം ദീർഘകാലം അഭ്യസിച്ച ഒരേ ഒരാൾ മടവൂരാശാൻ മാത്രമാണ്. ചെങ്ങന്നൂരാശാൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹത്തിന് വലിയൊരു സമ്പന്നനൊന്നുമല്ല, പക്ഷേ അദ്ദേഹത്തിന് കളിക്ക് കിട്ടുന്ന പണത്തിൻ്റെ ഒരു നിശ്ചിത തുക അദ്ദേഹം ശിഷ്യർക്ക് വേണ്ടിയിട്ടും ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. ശിഷ്യനൊരു വീട് പണിയുമ്പോൾ അതിനൊരു ആദ്യത്തെ തുക ആശാൻ്റെ വകയായിരിക്കും. അത് പണം ഉള്ളപ്പോഴാണെങ്കിൽ അത് മുഴുവനും അവർക്ക് കൊടുക്കുന്ന ഒരു വാത്സല്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. തിരുവിതാംകൂറിലൊരു കളരി നടത്തുവാൻ തോപ്പിൽ കളരി മറ്റൊരു വശത്തുണ്ട്. എങ്കിലും ചെങ്ങന്നൂരാശാൻ കളരി നടത്തുന്ന സമയമായപ്പോഴേക്ക് ആ തോപ്പിൽ കളിയോഗവും കളരിയും ഒക്കെ ഏതാണ്ട് അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യരിൽ ഹരിപ്പാട് രാമകൃഷ്ണപിള്ള ആശാൻ, അദ്ദേഹം വലിയൊരു കുടുംബത്തിലെ അംഗവും അദ്ദേഹത്തിന് പണവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചെങ്ങന്നൂരാശാൻ അവിടെ പോയി അഭ്യസിപ്പിക്കുകയായിരുന്നു. ആശാനേക്കാൾ കവിഞ്ഞ ഒരു സ്വാധീനം സമൂഹത്തിൽ ഹരിപ്പാട് രാമകൃഷ്ണപിള്ള ആശാൻ്റെ കാർന്നോന്മാർക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഗുരു പലപ്പോഴും ശിഷ്യൻ്റെ കുടുംബത്തിനോട് വിനീത വിധേയനായി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് അദ്ദേഹത്തിൻ്റെ അഭ്യസനം നടന്നത്. അവസാന കാലം വരെയും, അദ്ദേഹത്തിന് വയ്യാതാകുന്ന കാലം വരെയും തൻ്റേതായ ഒരു ഫാൻസിനെ, തൻ്റേതായ ഒരു ആരാധക വൃന്ദത്തെ അദ്ദേഹം കൊണ്ടു നടക്കുകയും ആ വേഷത്തിൽ കാണുന്ന ഗാംഭീര്യവും മതിപ്പിനും അപ്പുറം ഒരു സവിശേഷതയും എൻ്റെ തലമുറയിൽപ്പെട്ടവർക്ക് അദ്ദേഹത്തിൻ്റെ വേഷങ്ങളിൽ തോന്നിയിരുന്നില്ല. പഴയ ഒരിക്കൽ ഞാൻ ഓർക്കാണ്, കുറിച്ചിയിലൊരു ബാണൻ മടവൂരാശാൻ്റെ വെച്ചപ്പോൾ പഴയ കുറിച്ചി കൃഷ്ണപിള്ള എന്ന് പറയുന്ന ഒരു താടിവേഷക്കാരനായി, ഇടത്തരം താടിവേഷങ്ങൾ ഇട്ടുന്ന കുറിച്ചി കളിയോഗമുണ്ടായിരുന്നു. നമ്മുടെ കുമാരനെല്ലൂർ ക്ഷേത്രത്തിൽ അദ്ദേഹം നടത്തിയിരുന്ന കളിയോഗത്തിലാണ് നമ്മുടെ കുറൂർ വലിയ വാസുദേവൻ നമ്പൂരിയൊക്കെ അഭ്യസിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ എന്നോട് പറയാണ്, എടാ ചൊട്ടച്ചാൻ നീളമുള്ള മടവൂരാണോടാ ബാണൻ, ഹരിപ്പാടനായിരുന്നടാ ബാണൻ എന്ന് പറയും. അപ്പോൾ അത്തരം ചില ആരാധകരെ കൊണ്ടും കഥകളി സ്ഥലങ്ങൾ സൃഷ്ടിക്കുന്ന അതിൻ്റെ ഒരു ആംബിയൻസ് എന്ന് നമ്മൾ പറയുന്ന അത്തരം ചില വിഭവങ്ങളെ കൊണ്ടും ആശാന്മാരെ സൽക്കരിച്ചും ആശാന്മാരുടെ പുറകെ നടന്നുമുള്ള ഒരു വലിയ ആരാധക ഘോഷയാത്ര ഹരിപ്പാട്ടാശാൻ്റെ പിറകെ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും മടവൂരാശാൻ വളരെ ക്ഷമയോടുകൂടി അദ്ദേഹം കാത്തിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ഏതാണ്ട് 1989 മുതൽ മനസ്സിലാക്കി കഥകളി കാണാൻ തുടങ്ങിയ ഒരാളെയാണ് ഞാൻ. വളരെ അതുമുതലുള്ള ഒരു പരിചയമേ എനിക്കുള്ളൂ. എൻ്റെ അമ്മയുടെ വീട് തിരുവല്ലയാണ്. തിരുവല്ലയിലെ ക്ഷേത്രത്തിൽ നടക്കുന്ന കഥകളിയാണ്. അതിൽ അവിടെ മിക്കവാറും ഹരിപ്പാട്ടാശാൻ്റെ കുട്ടിക്കാലത്ത് കണ്ടിരിക്കുന്ന കത്തികളൊക്കെ ഹരിപ്പാട്ടാശാൻ്റെ. എന്നാൽ ഇതിലേറ്റവും അഭ്യസനം കുറഞ്ഞ്, അതായത് വളരെ കുറച്ച് കാലം മാത്രം ചെങ്ങന്നൂരാശാൻ്റെ അടുത്ത് അഭ്യസിച്ച ആളായിരുന്നു ചെല്ലപ്പൻപിള്ള ആശാൻ. അത് അദ്ദേഹം തുറന്ന് സമ്മതിക്കുകയും ചെയ്യുമായിരുന്നു. ഈ
തിരുവല്ലയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ആ കഥകളിയിൽ നിന്ന് വാഴപ്പള്ളിയിലും തിരുനക്കരയിലും ഏറ്റുമാനൂരിലും നടക്കുന്ന രാമുടിയാശാൻ്റെയും കുമാരനാരാശാൻ്റെയും ഗോപിയാശാൻ്റെയും വാസുവാശാൻ്റെയും സദനം കൃഷ്ണകുട്ടിയാശാൻ്റെയും ഒക്കെ വേഷങ്ങൾ കണ്ട് പരിചയിച്ചു വന്ന ഞങ്ങളുടെ തലമുറയ്ക്ക് ഒരിക്കൽ പോലും, ഞങ്ങളൊക്കെ കഥകളി സംഘാടകരായിട്ട് ഒരിക്കൽ പോലും മടവൂരാശാനെ ഒരു കളിക്ക് വിളിച്ചിട്ടില്ല. ഞാൻ ഏതാണ്ട് 98 മുതൽ കഥകളി നടത്തിയിരുന്ന, ഞങ്ങളുടെ നാട്ടിലെ 1-2 ക്ഷേത്രങ്ങളിലൊക്കെ കഥകളി നടത്തിയിരുന്ന ആളാണ്. ഒരിക്കൽ പോലും മടവൂരാശാനെ വിളിക്കാനായിട്ട് തോന്നിയിട്ടില്ല. മധ്യ തിരുവിതാംകൂറിലെ ഒരു ക്ഷേത്രത്തിലും ഞാൻ 20 വർഷത്തോളം മടവൂരാശാനെ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന് ഏതാണ്ട് പത്മഭൂഷൺ ലഭിച്ച് കഴിഞ്ഞ ആ അവസരത്തിലാണ്, അതും വളരെ അപൂർവമായിട്ട്, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഒരു മഹാക്ഷേത്രത്തിലെ കഥകളി നടത്തിപ്പുകാരൻ, എന്നെക്കാളും മുമ്പേ കഥകളി നടത്തിപ്പുകാരനായ അദ്ദേഹം എൻ്റെ അടുത്ത് വളരെ തീർത്ത് പറഞ്ഞിട്ടുണ്ട്, ആ വക ഒന്നിനെയും ഇവിടെ അടുപ്പിക്കുകയില്ല എന്ന്. അന്ന് മങ്കമ്പാശാൻ ജീവിച്ചിരിക്കുന്ന സമയമാണ്. വാസ്തവത്തിൽ ഇപ്പോൾ അത്തരം കാര്യങ്ങളിൽ വലിയ എന്താ പറയുക, വലിയ ഒരു തെറ്റാണ് അത് ചെയ്തിരുന്നതെന്ന് ഇപ്പോൾ തോന്നുന്നു. ഏതാണ്ട് 25 വർഷത്തോളം കോട്ടയം ജില്ലയിലൊന്നും ഒരു സ്ഥലത്തും മടവൂർ വാസുദേവൻ നായരെന്ന ഒരു കഥകളി നടൻ്റെ കാരണം എൻ്റെ കയ്യിൽ ആ കാലത്തെ മുഴുവൻ നോട്ടീസുകൾ, ക്ലബ്ബുകളിൽ നടന്നിരുന്ന കളികൾ, ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഉണ്ട്. പക്ഷേ അവസാന കാലത്ത് ആശാൻ വളരെയധികം എന്താ പറയുക, അത്രയും കാലം സഹിച്ചു വന്നതെന്ന് പറയാനാണ് എനിക്കിഷ്ടം. അതിനെല്ലാം ഒരു പ്രതിഫലം കിട്ടത്തക്ക രീതിയിൽ വിധി അദ്ദേഹത്തെ അനുകൂലിച്ചു. അവസാനം വേഷത്തോടുകൂടി അരങ്ങിൽ നിന്നൊഴിയാൻ ഒരു ഭാഗ്യമുണ്ടായി. ഇതിൻ്റെ എന്താ പറയുക, ഇതിൻ്റെ എല്ലാവിധ, ഒരുപക്ഷെ മടവൂരാശാന് പോലും അവിടം കൊണ്ട് അവസാനിക്കേണ്ടിയിരുന്ന ഒരു സമ്പ്രദായത്തിൻ്റെ അവശേഷിച്ച ചിലതിനെയെല്ലാം തടുത്തുകൂട്ടി അതിനെ കലാമണ്ഡലത്തിൻ്റെ ആ യോഗ്യതയ്ക്ക് ഒട്ടും കുറവ് വരാത്ത രീതിയിൽ അതിനൊരു സിലബസ് ഉണ്ടാക്കിയ രാജശേഖരനാശാനെ തീർച്ചയായിട്ടും അഭിനന്ദിച്ചേ മതിയാവുകയുള്ളൂ. ഇതിൽ ഞാൻ വിട്ടുപോയ ഒരു ചെങ്ങന്നൂരാശാൻ ഈ 2 ഗുരുനാഥന്മാരുടെ കാര്യം ഞാൻ പറഞ്ഞു. ഒന്ന് ഭീമൻ കേശവ പണിക്കർ, മറ്റൊന്ന് മാത്തൂർ കുഞ്ഞുപിള്ള പണിക്കർ. ഇനി വേറൊരു ഗുരുനാഥനും കൂടെ അദ്ദേഹത്തിനുണ്ടായിരുന്നു, ഉർവശി കുഞ്ഞികൃഷ്ണ പണിക്കർ എന്ന് പറയുന്ന അമ്പലപ്പുഴ കുഞ്ഞികൃഷ്ണ പണിക്കർ. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ കോട്ടയം കഥകൾക്ക് ഒരു പ്രാധാന്യം കൊടുത്തിരുന്ന, അപ്പോൾ കിർമീരവധത്തിൽ ധർമ്മപുത്രർ അല്ലെങ്കിൽ കാലവേദത്തിൽ അർജുനൻ എന്നതിനപ്പുറത്തേക്ക് മറ്റ് ഹനുമാനെ ഒന്നും പരാമർശിക്കുന്നില്ല ആരും, KPS മേനോനൊന്നും പരാമർശിക്കുന്നില്ല. അതിൽ കാലവേദത്തിൽ അർജുനാണ് ഒരു പ്രത്യേക പ്രാധാന്യം കൊടുത്തു കാണുന്നത്. എന്തായാലും ഈ അമ്പലപ്പുഴ കളരി അത് കാവാലം കൊച്ചുനാരായണ പണിക്കരുടെ കളരിയാണ്. ഈ കാവാലം കൊച്ചുനാരായണ പണിക്കരിൽ നിന്നാണ് കരിത്ര രാമപണിക്കരും അമ്പലപ്പുഴ കുഞ്ഞികൃഷ്ണ പണിക്കരും ഉണ്ടാകുന്നത്. ഈ അമ്പലപ്പുഴ കുഞ്ഞികൃഷ്ണ പണിക്കർ, അദ്ദേഹത്തെ ഉർവശി കുഞ്ഞികൃഷ്ണ പണിക്കർ എന്നാണ് പറയുക. അദ്ദേഹത്തിന് ആയില്യം തിരുനാൾ കൊടുത്ത ബഹുമതിയാണ് ഉർവശി കുഞ്ഞികൃഷ്ണ പണിക്കർ. ഈ ഉർവശി കുഞ്ഞികൃഷ്ണ പണിക്കർ കൊട്ടാരം കളിയോഗത്തിൽ നിന്ന് അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തു ഒരു കാലത്ത്. ആ സമയത്ത് അദ്ദേഹം ചെങ്ങന്നൂർ വന്ന് കുചേലവൃത്തത്തിൻ്റെ കർത്താവായ മുരിങ്ങൂർ ശങ്കരൻ പോറ്റിയുടെ ആതിഥ്യം സ്വീകരിച്ച് അവിടെ ഒരു വീട്ടിൽ ഒരാളിന് കഥകളി ചൊല്ലി അടിക്കാൻ തുടങ്ങുകയും അതിന് തൊട്ടടുത്ത താമസിച്ചിരുന്ന, അതായത് ചെങ്ങന്നൂർ രാമപിള്ള ആശാനും അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുകയുണ്ടായി. ചെങ്ങന്നൂർ വെച്ചാണ് ഉർവശി കുഞ്ഞികൃഷ്ണ പണിക്കരാണ് 2 വേഷങ്ങളുടെ ആട്ടങ്ങളെ ചിട്ടപ്പെടുത്തി. ഒന്ന് കുചേലവൃത്തം കഥ ചിട്ടപ്പെടുത്തിയത്, 2 സുദേവനും പൂതനയും എന്ന് KPS മേനോൻ തന്നെ പരാമർശിക്കുന്നതാണ് ഉർവശി കുഞ്ഞികൃഷ്ണ പണിക്കരെ കുറിച്ച്. അപ്പോൾ തകഴി കേശവ പണിക്കർ
അമ്പലപ്പുഴ കുഞ്ഞികൃഷ്ണപ്പണിക്കർ, അതുപോലെ മാത്തൂർ കുഞ്ഞുകുളപ്പണിക്കർ, ഈ 3 പേരിൽ തകഴി കേശവപ്പണിക്കരുടെ പാരമ്പര്യത്തിൽ നിന്ന് കൂടുതൽ ഉൾക്കൊണ്ട അല്ലെങ്കിൽ അതിനെ കൂടുതലായി സ്വീകരിച്ച ചെങ്ങന്നൂർ രാമപിള്ള ആശാൻ്റെ ശൈലി പൂർണ്ണമായും കപ്ലിങ്ങാടനാണ് എന്ന് നമുക്ക് പറയാനാവില്ല. അതുകൊണ്ടാണ് കപ്ലിങ്ങാടൻ ശൈലിയുടെ പ്രത്യേകതകളായിട്ട് എന്തൊക്കെയാണോ നമ്മൾ എടുത്തു കാട്ടിയിരുന്നത് അതിൽ പലതും മടവൂരാശാൻ്റെ ശൈലിയിൽ ഇല്ലാതിരുന്നത്. അതാണ് വാസ്തവം. തെക്കൻ സമ്പ്രദായത്തിലെ ഓരോ കാലത്തും ഇപ്പോൾ തിരുവല്ലയിലെ ഏറ്റവും വലിയ ചണ്ടക്കാരനായിരുന്നു തിരുവല്ല ഗോപാലപ്പണിക്കർ ആശാൻ. അദ്ദേഹത്തിൻ്റെ കൊട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ ഇത്തിത്താന അമ്പലത്തിലെ പ്രധാന ഉത്സവത്തിന് 10 ദിവസം ഗോപാലപ്പണിക്കർ ആശാൻ്റെ മേളമാണ്. അദ്ദേഹത്തിനുണ്ട് ഫാൻസ്. അപ്പോൾ ഈ ഫാൻസുകാർ തമ്മിലുള്ള ബഹളത്തിൽ ഒരിക്കൽ ഒരു നാട്ടിൻപുറത്തെ ഒരു ചായക്കടയിലിരുന്ന് കേട്ടതാണ്. ഗോപാലപ്പണിക്കർ ആശാൻ കൊട്ടാൻ തുടങ്ങിയപ്പോൾ കൃഷ്ണൻ നായരൊന്ന് വിറച്ചു പോയി എന്നൊക്കെയുള്ള തർക്കങ്ങൾ. ഒരു ഉരുളുകൈയുടെ എന്താ പറയുക, ഒരിക്കൽ പോലും അങ്ങനെ ഒന്ന് കേട്ടതായ ഒരു ഓർമ്മ എനിക്കില്ല. അപ്പോൾ അത്തരം എന്താ പറയുക, കൃഷ്ണൻകുട്ടി പൊതുവാളാശാന് ശേഷം വളരെയധികം മാറ്റപ്പെടുന്ന അല്ലെങ്കിൽ അയാങ്കുടി കുട്ടപ്പമാരാശാനെ പോലുള്ളവർ കടന്നു വരുമ്പോഴാണ് തീർച്ചയായിട്ടും തെക്കത്തെ മേളത്തിന് തന്നെ ഒരു വലിയ പരിവർത്തനം ആരംഭിക്കുന്നത്. എന്നാൽ പാട്ടിൽ അങ്ങനെയല്ല. പാട്ടിൽ പലപ്പോഴും കർണാടക സംഗീതത്തിനോട് വളരെയധികം ചേർന്ന് നിൽക്കുന്ന ഒരുപാട് ആലാപന വഴികളും വൈദഗ്ധ്യവുമുള്ള ഒരുപാട് ആശാന്മാർ പാട്ടിൽ ഉണ്ടായിരുന്നു. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. തെക്കൻ സമ്പ്രദായത്തിൽ ഉണ്ടായിരുന്ന ചില നല്ല സമ്പ്രദായങ്ങൾ, നല്ല വഴികൾ, അത് ഓരോ കഥയെയും ആശ്രയിച്ചിരിക്കുന്നതാണ്. അതിൽ പലതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊട്ടിൻ്റെയും പാട്ടിൻ്റെയും ഒക്കെ പിന്തുണ ഇല്ലാതെ വരികയും ഒരു ഒറ്റ ഉദാഹരണം പറയാം. ഇപ്പോൾ തീക്കുതത്തക തത്തത്താം ദീന്തീം തത്തക തത്തത്താം എന്ന് പറയുന്ന ആ ലക്ഷ്മി താളത്തിൽ ഉത്ഭവൻ രാവണന് ഒരു കലാശം ഉണ്ടായിരുന്നു എന്ന് മടവൂരാശാൻ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. അത്തരം ഒരു കലാശം എടുത്താൽ ഇന്നത്തെ ഉത്ഭവൻ രാവണന് ഒരുപക്ഷെ നമുക്ക് ചിരിക്കേണ്ടി വരും. ഇന്നത്തെ ഉത്ഭവൻ രാവണനുമായിട്ട് ആ വായ്ത്താരിയിലൊരു കലാശം വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ എന്താ പറയുക, മെയ്യഴകിൻ്റെ തൗരത്രിയത്തിൻ്റെ ഒക്കെ സമഗ്ര ശോഭയുമായിട്ട് രാമകുട്ടിയാശാനെ പോലൊരു നടൻ തിരുവിതാംകൂറിലേക്ക് എത്തിയപ്പോൾ എന്താ പറയുക, ആ അസ്തമിക്കാത്ത സൂര്യൻ്റെ മുന്നിൽ നേരത്തെ പ്രകാശിച്ചെന്നിരുന്ന നക്ഷത്രങ്ങളെല്ലാം അപ്രത്യക്ഷമായി എന്ന് പറയുന്നതായിരിക്കും സത്യം. അത് ഇവരുടെ എല്ലാം, ഈ ചെങ്ങന്നൂരാശാൻ്റെ ശിഷ്യന്മാരുടെ എല്ലാം വേഷം കണ്ടിരുന്ന ഒരാളെന്ന നിലയ്ക്ക് അതങ്ങനെ തന്നെയാണ് എന്നാണ് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നത്. ആ എന്താ പറയുക, അത്തരം ഓർമ്മകളുടെ അതിൻ്റെ ഒരു പലിശ, ആ പലിശ അനുഭവിക്കുമ്പോൾ പോലും ഇന്നത്തെ ഒരു കീചകനെയോ ഇന്നത്തെ ഒരു ശിശുപാലനെയോ ഇന്നത്തെ ഒരു ഹനുമാനെയോ നമുക്ക് സഹിക്കാനാവുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ മഹാനായ ആ മെയ്യഴകിൻ്റെ മുന്നിൽ എൻ്റെ പ്രബന്ധത്തെയും സമർപ്പിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം ഇവിടെ ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പുകുട്ടൻ മാഷിനും മറ്റ് സംഘാടകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.